വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ വീക്ക് ലോയാണ്. അതിന് വീക്ക്ലി ലോ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വീക്ക് ഹൈയും ഉണ്ട്. ആ ഒരു വീക്ക് ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻഡലിന്റെ ഉള്ളിലാണ് കഴിഞ്ഞ ആഴ്ച ട്രേഡ് നടന്നിരിക്കുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ പോലും ആ ഒരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ച ഏതെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ താഴോട്ടേക്കോ അല്ലെങ്കിൽ മുകളിലോട്ടോ മൂവ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു മുന്നേ വീക്കിലി ചാർട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്തിടുന്നത് ഈ ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം, മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സ്പെഷ്യലി ഈ ഒരു ആഴ്ചയിൽ 1, 2, 3, 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എവിടം വരെ വരും എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ അതിനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് വരികയാണെങ്കിൽ വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതിനെയും കളർ ചേഞ്ച് ചെയ്തിട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്തിടാനുള്ളത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോയിട്ട് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 4 അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ല രീതിയിൽ സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. ഒരിക്കൽ കൂടി നമ്മൾ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് നിന്നാലും കാണാം, ഇവിടെ നിന്ന് നല്ലൊരു രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് മാർക്കറ്റ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോർവേഡിൽ മറ്റു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതിനെയും നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതും ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ 4 അവറിൽ താഴോട്ടേക്കുള്ള മാർക്ക് ചെയ്തിടുന്നത്. മുകളിലോട്ട് ഓൾറെഡി ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്തിട്ടതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്തിടുന്നില്ല. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിൽ 2 സ്വിംഗ് ഹൈകളും ലോകളും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിൽ ഹൈ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, അതുപോലെ തന്നെ ലോ എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പോൾ ഇനിയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്തിടാം. ഈ ഒരു ലെവലിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്രീൻ ലൈൻ വരച്ചത് നമ്മൾ കളർ മാറ്റിയിട്ട് യെല്ലോയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു ലൈനിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് വരാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ നിന്നായിരിക്കാം. അതായത് മാർക്കറ്റ് ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറിപ്പോയി ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ നമുക്കൊരു സെൽ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വെക്കുക. ഒരു എൻട്രി നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ സെല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് എത്താനുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി പോയിന്റുകൾ നമുക്ക് അവിടുന്ന് റീഡ് ചെയ്തെടുക്കാം. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം റീടെസ്റ്റ് നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇതിനെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 28.75 അല്ലെങ്കിൽ 28.76 എന്നുള്ള ലെവലിലേക്ക് ആയിരിക്കും. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു സോണാണ് ഈ ഒരു സോൺ. ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് 28.54 വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിൽ സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഒരു ബൈ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നിട്ട്, അതായത് നേരത്തെ പറഞ്ഞ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്
ഈ ഒരു ലെവൽ വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്ന ഈ റെഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്. അതിനെയും കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓൾ ടൈം ഹൈ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയും കൂടി ഒരു ബൈ എൻട്രിക്കുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.